അപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ മുച്ചുണ്ടിപ്പള്ളിക്ക് ഹിന്ദു രാജാവ് സംഭാവന ചെയ്തതായി വ്യക്തമാക്കുന്ന ഗ്രാനൈറ്റിൽ പഴയ മലയാളവും അറബിയും ചേർത്തെഴുതിയ ലിഖിതം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത 14-ാം നൂറ്റാണ്ട് കേരളത്തിലെ മിക്ക തുറമുഖങ്ങളിലും മുസ്ലിം വ്യാപാരികളുടെയും പ്രവാസികളായ കച്ചവടക്കാരുടെ കച്ചവട കേന്ദ്രങ്ങളുടെയും വലിയ തോതിലുള്ള സാന്നിധ്യം രേഖപ്പെടുത്തിയതായി കാണാം. 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളോടെ സഞ്ചാരികൾ കോഴിക്കോടിനെ കേരളത്തിലെ പ്രധാന തുറമുഖ നഗരമായി വിശേഷിപ്പിച്ചിരുന്നു. പോർട്ട് കമ്മീഷണർ പോലുള്ള കോഴിക്കോട് സാമൂതിരി രാജ്യത്തിലെ ചില പ്രധാന ഭരണപരമായ സ്ഥാപനങ്ങൾ മുസ്ലിം വഹിച്ചിരുന്നു എന്നുള്ളതാണ്. തുറമുഖ കമ്മീഷണറായിരുന്ന ഷാ ബന്ദാർ മുസ്ലിം വ്യാപാരികളുടെ വാണിജ്യ താൽപര്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ഇബ്നു ബത്തൂത തന്റെ വിവരണത്തിൽ കോഴിക്കോട്, കൊല്ലം എന്നിവിടങ്ങളിലെ ഷാ ബന്ദാരുകളെ ഇബ്രാഹിം ഷാ ബന്ദാർ, മുഹമ്മദ് ഷാ ബന്ദാർ എന്നാണ് പരാമർശിക്കുന്നത്. കണ്ണൂർ ആസ്ഥാനമായുള്ള അറക്കൽ രാജ്യത്തിലെ അലി രാജാക്കന്മാർ ലക്ഷദ്വീപ് ദ്വീപുകൾ ഭരിച്ചിരുന്നു. പോർച്ചുഗീസുകാർ ഈ തീരം കണ്ടെത്തും വരെ മലബാർ തീരത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബികൾക്കായിരുന്നു വ്യാപാരത്തിന്റെ കുത്തവകാശം. കപ്പലുടമസ്ഥവരും വ്യാപാരികളുമായ നെഗുഡകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം അവരുടെ ഷിപ്പിംഗ് വ്യാപാര താൽപര്യങ്ങൾ വ്യാപിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പോർച്ചുഗീസ് പര്യവേക്ഷകരുടെ വരവ് അന്നത്തെ സുസ്ഥാപിതവും സമ്പന്നവുമായ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിക്ക് വലിയ തടസ്സമായി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്ത് മുസ്ലിം അറേബ്യയിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വന്ന ആളുകൾ വലിയ സമ്പന്നന്മാരായിരുന്നു. പിന്നീട് അവർ സമ്പന്നതയിൽ നിന്നും അവർ പിറകോട്ട് പോകാൻ കാരണമായി എന്നുള്ളതാണ്. 1498 യൂറോപ്പിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കടൽ മാർഗം കണ്ടെത്തിയതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ തങ്ങളുടെ പ്രദേശങ്ങൾ വിപുലീകരിക്കുകയും തുടർന്ന് ഓർമസ് മലബാർ തീരത്തിന് ഇടയിലുള്ള കടലുകളും തെക്ക് സിലോൺ വരെയും അവർ അധീനതയിലാക്കി എന്നുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ പൊന്നാനിയിൽ ജനിച്ച സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തുഫത്ത് ഉൽ മുജാഹിദീൻ കേരളത്തിന്റെ ചരിത്ര അടിസ്ഥാനമാക്കി ഒരു കേരളീയൻ എഴുതിയ ആദ്യ ഗ്രന്ഥമായി അറിയപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് മക്ബറകൾ നമ്മൾ കാണാൻ ഇടയുണ്ട്. പല നാടുകളിലും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ മക്ബറകൾ, മഹാന്മാരായിട്ടുള്ള അക്കാലത്തിലെ ആളുകളൊക്കെ, അക്കാലഘട്ടത്തിനു ശേഷമുള്ള ആളുകളും വഫാത്തായതിൻ്റെ ആ മക്ബറകൾ നമ്മുടെ ആജ മൊയ്നുദ്ദീൻ ചിസ്തി ഒക്കെയുള്ള പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുടെ ദർഗകൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരാരും ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞ് അന്യമതസ്ഥരെ കൊന്നൊടുക്കി ആ ഭീകരവാദ സ്വഭാവം നടത്തി അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി മറ്റുള്ള അമുസ്ലിങ്ങളുമായിട്ട് പടപൊരുതി മരണപ്പെട്ട ആളുകളല്ല. അവർ അവരുടെ ആയുസ് തീരുന്നത് വരെ ഈ ഇന്ത്യയിലുള്ള ജനങ്ങളുമായിട്ട് വളരെ ഐക്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി എങ്ങനെയാണ് മനുഷ്യ ജീവൻ നിലനിർത്തേണ്ടത്, മനുഷ്യരുടെ ആ ബന്ധം കൂട്ടിയുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പല രൂപത്തിലും ഈ പറയുന്ന മഹാന്മാരുടെ ആ നേതൃത്വ നിരയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഷോപ്പിൽ ഒരു സുഹൃത്ത് വന്നിരുന്നു. ആ സുഹൃത്ത് എന്നോട് പറയുകയാണ്, ഈ BJP ഭരണം വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ആ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, BJP ഭരണം വന്നത് 2014-ലാണ്. 2014-ന്റെ മുൻപ്, ഇനി ഒന്നും വേണ്ട, 2000-ന്റെ മുൻപും ഈ പറയുന്ന ബാബരി മസ്ജിദ് 92 ഡിസംബർ 6-ന് ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിന്റെ മുൻപും അതുക്കും മുൻപും ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ ഭീകരവാദികളായിട്ടുള്ള ആളുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ആണോ കുറ്റക്കാർ?
അല്ല. കാരണം 1947 ഇന്ത്യ വിഭജനം നമ്മുടെ ആ ഒരു മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലൂടെ, ഇന്ന് പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയെ കാണുന്നത് പോലെയാണ് അവരുടെ രാഷ്ട്രപിതാവ് ആയിട്ടാണ് മുഹമ്മദ് അലി ജിന്നയെ കാണുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായ മറ്റൊരു ചരിത്രമുണ്ട്. നമ്മുടെ ആ ഒരു വർഷത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 526 അങ്ങനെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആ ഒരു മുഗൾ ഭരണാധികാരികളുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കിയാൽ ഇന്ത്യ മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ആ മുസ്ലിങ്ങളുടെ കൈകളിലിരിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വവും മറ്റ് ആ രാജഭരണ സന്നിധിയിലുമൊക്കെ ഉണ്ടായിരുന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ആ ഭരണം ചക്രത്തിൽ ഉണ്ടായിരുന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇപ്പറയുന്ന ഭീകര മുഖങ്ങളോ ഭീകരവാദികളായിട്ടുള്ള ആളുകളോ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിന്റെ സമാധാനം കാത്തു സൂക്ഷിച്ച മുഗൾ ചക്രവർത്തിമാർ. അപ്പോ അന്ന് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ നമ്മുടെ ഇന്ത്യയും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനും അതുപോലെ തന്നെ ബംഗ്ലാദേശും എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യയടക്കം ഉൾപ്പെടുന്ന രാജ്യം ഹിന്ദുസ്ഥാന്റെ കയ്യിലല്ലേ? ഹിന്ദുസ്ഥാനായിരുന്നു. ആ ഹിന്ദുസ്ഥാനെ ഒരു വിരലിൽ കറക്കിയ മുഗൾ ഭരണാധികാരികൾ അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ ജനങ്ങളെ സേവിച്ചുകൊണ്ട് ഈ രാജ്യം പടുത്തു ഉയർത്തിയെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആ ഒരു പുരോഗതിക്ക് വേണ്ടി ഇന്നും ആ മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ചു വെച്ചതായിട്ടുള്ള പല താജ്മഹൽ പോലെയുള്ള കുത്തുബ് മിനാർ പോലെയുള്ള ചെങ്കോട്ട പോലെയുള്ള ആ ഒരു ഇന്ത്യയുടെ ഹൃദയ ഭാഗങ്ങളിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഭാഗങ്ങൾ ഇന്നും ഇന്ത്യയുടെ താങ്ങും തണലുമായിട്ടാണ് നിൽക്കുന്നത്. അതും മുസ്ലിം രാജാക്കന്മാർ നിർമ്മിച്ചതാണ്. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇന്നലെ ഒരു ബ്രിട്ടീഷ് വനിത ആ ഒരു താജ്മഹൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ആ താജ്മഹലിന്റെ പണി ഏത് രൂപത്തിലാണെന്ന് അതിനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് ആ ഒരു ബ്രിട്ടീഷ് വനിതയ്ക്ക് എഴുതിയിട്ടും അവർക്ക് അത് നമ്മൾ സാധാരണക്കാർ പറയുന്നത് പോലെ പൂതി അങ്ങോട്ട് തീരുന്നില്ല എന്നാണ്. ഒരു പാറയിൽ കൊത്തിയെടുത്ത ആ ഒരു താജ്മഹലിനെ നമ്മുടെ ഈ പറയുന്ന വേൾഡിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ആ ഒരു സംഭവം അത് നിർമ്മിച്ചത് മുഗൾ ചക്രവർത്തിമാരാണ്, മുസ്ലിം ഭരണാധികാരികളാണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വിവേചനവും അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ രാജസദസ്സുകളിൽ ഉണ്ടായിരുന്ന അമുസ്ലിങ്ങൾ. പിന്നീട് മറ്റു ചില ആളുകൾ പറയുന്നുണ്ട് ഛത്രപതി ശിവാജി എന്ന് പറയുന്നു. ഛത്രപതി ശിവാജിയുടെ ആ ഒരു ഭരണ സംവിധാനത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു? ആ രാജാവിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു രാജഭരണത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ചരിത്രമറിയാതെ ഒരുപാട് ആളുകൾ ഇതൊക്കെ അങ്ങനെ ആണ്, ഇന്ത്യ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ച് ഇന്ത്യയിലുള്ള ജനങ്ങളെ അവരുടെ വിശ്വാസത്തെ കടന്നു കയറി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലരും പല രൂപത്തിലും ചിന്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തെ ഞാൻ പറഞ്ഞു വരിക, ഇപ്പോൾ ഒരു മിനിറ്റ്.